KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് ആക്സസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബ്ലൂ സ്ക്രീൻ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം എല്ലാവിധ മെറ്റീരിയൽസിനുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ബ്ലൂ കളർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ടെംപ്ലേറ്റിലെ ബ്ലൂ കളർ നമുക്ക് വേണ്ട വിധം പൂർണ്ണമായും ഇല്ലാതെയായിട്ടുണ്ട്. മുകളിലത്തെ ഇമേജ് ലെയറിന്റെ ഡ്യൂറേഷനും ടെംപ്ലേറ്റ് ലെയറിന്റെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്താം. കർസർ പതിയെ മുന്നോട്ട് മൂവ് ചെയ്യിച്ച് ബ്ലാക്ക് മാസ്ക് അവസാനിക്കുന്ന ഭാഗത്തായി നിർത്തുക. ഈ പോയിന്റ് അടയാളപ്പെടുത്തുന്നതിന് കർസറിന് മുകളിൽ ചെറുതായി ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നാം പ്രസ് ചെയ്ത പോയിന്റിൽ ഒരു ബ്ലൂ ഡോട്ട് വന്നിരിക്കുന്നതായി കാണാം. ഇതാണ് ബുക്ക് മാർക്ക്. കർസർ വീണ്ടും മുന്നോട്ട് മൂവ് ചെയ്യിച്ച് ബ്ലാക്ക് മാസ്ക് അവസാനിക്കുന്ന എല്ലാ പോയിന്റുകളും ബുക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ എല്ലാ പോയിന്റുകളും ബുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ആദ്യത്തെ മാസ്കിനുള്ളിലായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷൻ ടെംപ്ലേറ്റ് ലെയറിന്റെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. കർസർ ആദ്യത്തെ ബുക്ക് മാർക്കിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ഓർ സ്പ്ലിറ്റ് കൊടുക്കുക. സ്പ്ലിറ്റ് കൊടുക്കുക. റീപ്ലേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമതായി വരേണ്ട ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ എല്ലാ ബുക്ക് മാർക്കുകളിലും കർസർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഇമേജുകളെല്ലാം റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ ഇമേജ് മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇവിടെ എല്ലാ മാസ്കുകളിലേക്കും വേണ്ട ഇമേജുകളും റീപ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ ടെക്സ്റ്റ് ലെയർ ഓപ്പൺ ചെയ്യുക. ഈ ലെയർ സ്ക്രീനിന് താഴെയായി കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. വൈപ്പ് റൈറ്റ് കൊടുക്കുക. കർസർ ആദ്യത്തെ ബുക്ക് മാർക്കിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ട്രിം ഓർ സ്പ്ലിറ്റ് കൊടുക്കുക. സ്പ്ലിറ്റ് കൊടുക്കുക. ഈ രീതിയിൽ ബാക്കിയുള്ള എല്ലാ ബുക്ക് മാർക്കുകളിലും കർസർ വെച്ചുകൊണ്ട് ഇമേജ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.